ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യം വേണ്ടത് ആദ്യം 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഹോൾ ചിക്കനാണ്. ഹോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചൂടായ പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 സ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടുക. സവാള ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി വിതറുക. അപ്പോൾ സവാള എളുപ്പത്തിൽ വഴന്ന് കിട്ടാനായിട്ട് ആ ഉപ്പ് സഹായിക്കും. സവാള വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം വീണ്ടും വഴറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ഇടാം. ഞാൻ സാധാരണ നടുക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടാക്കി സെൻറ്ററിലാണ് പൊടികൾ ഇടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പാത്രത്തിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. അപ്പോൾ ആദ്യം ഇടുന്നത് 2 സ്പൂൺ കൊറിയാണ്ടർ പൗഡറാണ്, മല്ലിപ്പൊടി. അതിനുശേഷം 2 സ്പൂൺ ചിക്കൻ മസാല ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി, ചിക്കൻ മസാല പോലത്തെ പൊടികൾ ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ആദ്യമേ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പൊടികൾ ഇടുന്നതിന് മുന്നേ തീ കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് പൊടികളിട്ടിട്ട് നല്ലോണം പച്ചമണം മാറുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഞാൻ അതുപോലെ പാത്രത്തിൻ്റെ സൈഡിലിടുന്നത്. അത് കഴിഞ്ഞ് നല്ലോണം പച്ചമണം മാറി റോസ്റ്റായി വരുന്നിട്ട് നമ്മുടെ ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പൊടിയെല്ലാം റോസ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി കാശ്മീരി ചില്ലിയും റെഗുലർ മുളക് പൊടിയും മിക്സ് ചെയ്തതാണ്. അത് ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. 2 സ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൊടി ഇടാം. ഏതാണ്ട് ഒരു 3/4 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ഗരം മസാലയുടെ കൂട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ തന്നെ ആവശ്യത്തിന് കുറച്ച് പൊടിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ അത് ഫ്രഷായിട്ട് അതിൻ്റെ മണം നല്ലോണം അങ്ങനെ തന്നെ നിലനിൽക്കും യൂസ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില നമ്മൾ ആദ്യം ഇടാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഫ്രോസൺ കറിവേപ്പിലയാണ്. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചത് കഴുകി വെച്ചതാണ്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുക.
ചിക്കൻ വേവിക്കുമ്പോൾ അതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും നല്ലോണം വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പം അതിൽ തന്നെ കിടന്ന് വേവുകയാണ് നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ മൂടി വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കിയ ശേഷം വീണ്ടും മൂടി വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കാം. ഇപ്പം നല്ലോണം വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നല്ലോണം ഇറച്ചി വെന്തിട്ട് അതിൻ്റെ ചാറൊക്കെ നല്ലോണം തിളയ്ക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇളക്കുവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം തിളയ്ക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഇത്രയും ചാറ് വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചാറ് വറ്റിച്ചിട്ട് ആണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാങ്ങിക്കുന്ന തേങ്ങാപ്പാലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 165 ml ചെറിയ ബോട്ടിൽ തേങ്ങാപ്പാൽ. അത് ഫുള്ള് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് പതുക്കെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. ഇപ്പോൾ നല്ലോണം തിളയെല്ലാം വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.